ടൈറ്റാനിക് ലോകത്തെ ഞെട്ടിച്ച കപ്പൽ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കഥ. 1912 ഏപ്രിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ആഡംബര കപ്പൽ തൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചു. ആ കപ്പലിൻ്റെ പേരാണ് ടൈറ്റാനിക്. ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന് പലരും വിശ്വസിച്ചു. പക്ഷേ വെറും 4 ദിവസത്തിനുള്ളിൽ എല്ലാം മാറിമറിഞ്ഞു. 2200 അധികം ആളുകളുമായി കടലിലൂടെ സഞ്ചരിച്ച ആ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു. അന്ന് രാത്രിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ന് നമുക്ക് ആ സംഭവത്തിൻ്റെ യഥാർത്ഥ കഥ കേൾക്കാം. 1909 ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാക്കപ്പലായിരുന്നു അത്. ആഡംബര മുറികൾ, വലിയ ഡൈനിങ് ഹാളുകൾ, ജിം, നീന്തൽക്കുളം, ലൈബ്രറി എല്ലാം അതിലുണ്ടായിരുന്നു. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ആദ്യ യാത്ര തുടങ്ങി. യാത്രക്കാർക്കും ജീവനക്കാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു ഇത് പലരുടെയും അവസാന യാത്രയായിരിക്കുമെന്ന്. യാത്രയ്ക്കിടെ സമീപ പ്രദേശങ്ങളിൽ മഞ്ഞുമലകളുണ്ടെന്ന് നിരവധി വയർലെസ് സന്ദേശങ്ങൾ ലഭിച്ചു. എന്നിരുന്നാലും കപ്പൽ യാത്ര തുടർന്നു. 1912 ഏപ്രിൽ 14 രാത്രി കടൽ വളരെ ശാന്തമായിരുന്നു. അത് മനോഹരമായ കാഴ്ചയായിരുന്നുവെങ്കിലും അപകടം തിരിച്ചറിയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. രാത്രി ഏകദേശം 11:40 കാവൽക്കാരൻ മുന്നിൽ ഒരു വലിയ മഞ്ഞുമല കണ്ടു. ഉടൻ മുന്നറിയിപ്പ് നൽകി. കപ്പൽ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും സമയം മതിയായില്ല. കപ്പലിൻ്റെ വശം മഞ്ഞുമലയിൽ ഉരസി. ആദ്യത്തിൽ പലർക്കും വലിയ അപകടമാണെന്ന് തോന്നിയില്ല. പക്ഷേ കടൽ വെള്ളം കപ്പലിൻ്റെ പല ഭാഗങ്ങളിലും കയറി തുടങ്ങി. ക്യാപ്റ്റൻ യാത്രക്കാരെ ലൈഫ് ബോട്ടിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എല്ലാവർക്കും മതിയാവുന്നത്ര ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും ആദ്യം എന്ന രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. പല കുടുംബങ്ങളും ആ രാത്രിയിൽ വേർപിരിഞ്ഞു. 1912 ഏപ്രിൽ 15 പുലർച്ചെ ടൈറ്റാനിക് 2 ഭാഗങ്ങളായി പിളർന്ന് കടലിലേക്ക് മുങ്ങി. തണുത്ത വെള്ളത്തിൽ വീണ നൂറുകണക്കിന് ആളുകൾ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഏകദേശം 1500 പേർ ആ ദുരന്തത്തിൽ മരിച്ചു. ടൈറ്റാനിക് ദുരന്തം പിന്നീട് കടൽ സുരക്ഷാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. എല്ലാ യാത്രാക്കപ്പലുകളിലും മതിയായ ലൈഫ് ബോട്ടുകൾ നിർബന്ധമാക്കി. അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തി. ഒരു കപ്പലിൻ്റെ കഥ മാത്രമല്ല ഇത്. മനുഷ്യൻ്റെ ആത്മവിശ്വാസവും സാങ്കേതിക വിദ്യയും പ്രകൃതിയുടെ ശക്തിയും തമ്മിലുള്ള ഒരു വലിയ പാഠം കൂടിയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള യഥാർത്ഥ ചരിത്ര സംഭവങ്ങളുടെ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.